എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ കേരള ചരിത്രത്തിലെ മഹാനായ നവോത്ഥാന ചിന്തകനെയും സാമൂഹിക പരിഷ്കർത്താവിനെയും ആത്മീയ ഗുരുവിനെയും അനുസ്മരിക്കുകയാണ്. ശ്രീ ചട്ടമ്പി സ്വാമി. 1853 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം. ബാല്യത്തിൽ തന്നെ സംസ്കൃതത്തിലും ദർശനത്തിലും ആഴത്തിലുള്ള അറിവ് നേടി. സമൂഹത്തിലെ ജാതി മത ഭേദങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. എല്ലാ മനുഷ്യരും ഒരുപോലെ എന്ന ആശയം പ്രചരിപ്പിച്ച അദ്ദേഹം അസ്പൃശ്യതയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കും ശക്തമായ തിരിച്ചടിയായി. സ്വാമികളുടെ രചനകളിൽ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം തുടങ്ങിയവ പ്രധാനപ്പെട്ടവയാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളും സന്ദേശങ്ങളും കേരളത്തെ നവോത്ഥാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതവും ചിന്തകളും കേരള നവോത്ഥാനത്തിന്റെ വലിയ അടിത്തറയായി. ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും പോലെ ചട്ടമ്പി സ്വാമിയും നമ്മുടെ സമൂഹത്തെ നവോത്ഥാനത്തിന്റെ ദിശയിലേക്ക് കൊണ്ടുപോയ മഹാനായ ശില്പിയാണ്. അദ്ദേഹം സന്യാസിയായി മലകളിൽ ഒറ്റയ്ക്കിരുന്നില്ല. സാധാരണക്കാരോടൊപ്പം ജീവിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ ഉണർത്തുകയും ചെയ്തു. സാമൂഹിക സമത്വത്തിന്റെയും ആത്മീയമായ ഉണർവിന്റെയും രണ്ടും കൈകോർത്തൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിക്കുമൊപ്പം ചട്ടമ്പി സ്വാമിയും കേരള നവോത്ഥാനത്തിന്റെ 3 വലിയ സ്തംഭങ്ങളിൽ ഒരാളാണ്. ഇവർ ചേർന്നാണ് കേരളത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. 1924 അദ്ദേഹം പരിനിർവാണം പ്രാപിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ സമാധി സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ പന്മന ആശ്രമം അനേകരുടെ തീർത്ഥാടന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഓരോ വർഷവും ചട്ടമ്പി സ്വാമി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ വീണ്ടും ഓർക്കുന്നു. ചട്ടമ്പി സ്വാമിയുടെ ജീവിതം നമ്മോട് പറയുന്നതും അദ്ദേഹത്തിന്റെ ചില സന്ദേശങ്ങളും ഇപ്രകാരമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് സാഹോദര്യം, സ്നേഹം, സമത്വം. മനുഷ്യനെയാണ് കാണേണ്ടത്, മതത്തെയല്ല. സ്നേഹത്തെയും സഹജീവിതത്തെയുമാണ് വളർത്തേണ്ടത്, ഭേദങ്ങളെയല്ല. സ്വാമിയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളും മൂല്യങ്ങളും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്. സമത്വം, സാഹോദര്യത്വം, മനുഷ്യസ്നേഹം ഇവയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ. ഈ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നടപ്പാക്കാൻ കഴിയുമ്പോൾ മാത്രമേ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അനുസ്മരിക്കുന്നതാകൂ. താങ്ക് യു.